നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ വിശുദ്ധായ ദൈവമായ ജീവന്റെ വരമായ നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായിരിക്കുന്ന യേശുമിശിഹായുടെ നരകത്തിന്റെ കാലത്ത് ഇപ്രകാരം സംഭവിച്ചു. പ്രസംഗിച്ച് തുടങ്ങി. അവൻ അവന്റെ സഹോദരനായ സഹോദരന്മാർ കടലിൽ വീശുന്നത് കണ്ടു. കല്ലുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ തുല്യമായ സ്നേഹത്തിനായി കണ്ണയ്ക്കായിട്ട് സ്തുതിക്കുന്നു. ആയുഷ്യയുടേവനായ ദൈവമേ ഞങ്ങളെ സൃഷ്ടിച്ച ലോകത്തിലായി ജീവിക്കുന്നു. ദുഷ്ടപ്രാർത്ഥിവിചാരനിമിഷോട് ഞങ്ങളെ പരിപാലിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടുകൂടെ ഞങ്ങളെ അനുഗ്രഹിച്ചതേയും വരുകാലം ഞങ്ങളെ നടത്താൻ മതിയായതിനായി കൂടെയുടെ ഗൗരവമായി വിശ്വസിപ്പാൻ ഞങ്ങൾക്കിടയാക്കി തീർച്ചയായി. മണ്ണിൽ നിന്നുള്ള തുല്യമായ നക്ഷത്രങ്ങളെ രഹസ്യങ്ങളിൽ ദിവ്യ ശുശ്രൂഷ പങ്കാളികളാകുവാൻ ഞങ്ങൾ ഭാഗ്യം പരിഹരിക്കുന്നതാണ്. സ്തോത്രം. തൻ്റെ ആയുഷ്യ വർഷം കൂടി പിന്നിട്ട് നിന്നോട് സ്തോത്രത്തോട് തിരിച്ചറിയാൻ തോന്നുന്നു. ഉരങ്കാലുകൾ മടക്കുവാനിടയാക്കിയിരിക്കുന്ന ഈ പ്രവർത്തനമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു വർഷം ജീവിതത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ വ്യത്യസ്ത ജീവിതാനുഭവങ്ങളിലോ അവിടുന്ന് കരം പിടിച്ച് വഴി നടത്തി പ്രമുഖത്രവും നോക്കുവാൻ അനുഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ആയുഷ്യം നൽകുന്നതിനായിട്ട് സ്തോത്രം. പുതിയ വർഷം സ്വർഗീയ വാഴ്വുകളുടെ വർഷമാക്കി തീർക്കാൻ വേണ്ടി ഇവിടെ അനുഗ്രഹമായിട്ട് ജീവിതം നയിക്കുവാൻ കുടുംബമായി വയ്ക്കുവാൻ നമുക്ക് സഹായിക്കണമെന്ന് ശക്തിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്നവരെ അനുഗ്രഹിക്കണമെന്ന് തുടർന്ന് ശുശ്രൂഷകളോട് ഉപയോഗിക്കണമേ. വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നവരെയും അവർ നയിക്കുന്നവരെയും സ്വീകരിക്കണമെന്ന് പ്രാർത്ഥന. കുടുംബജീവിതത്തിൻ്റെയും പുതുവത്സരത്തിലെയും പ്രവേശിക്കുന്നവർക്ക് വേണ്ടി ഞങ്ങൾ അപേക്ഷിക്കുന്നു. കുടുംബജീവിതം ജീവിതത്തിൽ സാമർഥ്യമായിട്ട് സംഭവിച്ച എല്ലാവർക്കും ജീവിതചാരണ കാര്യങ്ങളിൽ ബോധ്യത്തോടുകൂടി
ഞാനും എൻ്റെ കുടുംബം ഞങ്ങൾ പ്രവേശിക്കുന്ന ഉറപ്പോട് തീരുമാനത്തോടും ജീവിച്ച ആയുസിന് ധനത കണ്ടെത്തുവാൻ തന്നവരോട് അനുഗ്രഹിക്കപ്പെടുവാൻ തക്കുവാണ്. പ്രിയപ്പെട്ടവർക്കോട് തീർക്കണമേ. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നന്മയുള്ള കാലങ്ങളെയും അനുഗ്രഹമായിട്ടുള്ള ആണ്ടുകളെയും നൽകിക്കൊണ്ട് കഴിഞ്ഞ കാലങ്ങൾ ഞങ്ങളെ പരിപാലിച്ചതുമാണ്. നിങ്ങളുള്ള അനുഗ്രഹമായ വിശ്വാസാരാശങ്ങളൊക്കെ ഞങ്ങളെ വഴിയാക്കിക്കൊള്ളുന്നതിനെ അപേക്ഷിക്കും. കുടുംബങ്ങൾ കുടുംബമായിട്ട് ഇടയ്ക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഒരുമിച്ച് വിശുദ്ധരാധന സത്യപാലനം സ്തുതിയും അതാക്കങ്ങളിൽ ഞങ്ങൾ എന്തുതോളം കാക്കുന്നതിനെ തുടർന്ന് ശുശ്രൂഷകൾ ഉപയോഗിക്കണം. യേശുവിന്റെ നാമത്തിൽ വിചാരിക്കുന്ന കൃപയോടെ കേൾക്കുമാറാകണമേ. പ്രിയങ്ങളെ, ഓരോ ഉദാശി ദൈവകൃപയുടെ ആവിഷ്കാരമാണ്. ഉദാശ കൃപാകാരമാണ്. നമ്മുടെ അർഹതമായ പ്രവർത്തിക്കുന്ന ദൈവകൃപയെ സന്നദ്ധക്കൊണ്ടാണ് വിശ്വാസി ശുദ്ധപ്രദാശങ്ങളിൽ സമർപ്പിക്കുന്നത്. കർത്താവിന്റെ വീണ്ടും നമ്മുടെ ജീവിതയാത്രയിൽ അംഗത്വം നൽകുന്ന അനുഭവമാണ് വിശുദ്ധ കുർബാനയുടെ സമർപ്പിക്കുന്നത്. അനുഭവക്കാലം പരസ്യമായി സാക്ഷിക്കുന്ന ഈ സമയത്ത് ദൈവത്തെ സ്തുതിക്കുന്നതിന് നാം സന്നദ്ധരായിരിക്കുന്നു. അവർ ക്രിസ്തുവിന്റെ ശക്തിയും കൃപയും ധാരാളമായി അനുഭവിക്കുന്നതിന് നാം പ്രാർത്ഥിക്കണം. വിശുദ്ധ കുർബാനയിലൂടെ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ പൂർണ്ണ കൂട്ടായ്മയിലേക്ക് നാം ഇന്ന് ഇവരെ സ്വാഗതം ചെയ്യുന്നു. പ്രിയകളെ, നിങ്ങളുടെ മാമോദീസ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രതിജ്ഞ ഏറ്റുപറയുന്നതിന് സമ്മതമാണ്. എന്നാൽ ആ പ്രതിജ്ഞ ഏറ്റുപറയണം. സാത്താനെ ഉപേക്ഷിക്കുന്നു, മെശിയയിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഉപേക്ഷിക്കുന്നു, മെശിയയിൽ ഞാൻ വിശ്വസിക്കുന്നു. സാത്താനെ ഉപേക്ഷിച്ച് മെശിയയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നിങ്ങളുടെ മാമോദീസ നിങ്ങൾ ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ അംഗങ്ങളായി സ്വീകരിക്കപ്പെട്ടു. മാമോദീസ ഞങ്ങൾക്ക് ലഭിച്ച ആത്മീയ നന്മകൾ കൊടുക്കുന്നതിനും പുതിയ നന്മകൾ പ്രാപിക്കുന്നതിന് ഞങ്ങൾ വന്നിരിക്കുന്നു. അതിനാൽ ഈ ആത്മീയ വിശ്വാസം ഇടുന്നു എൻ്റെ പിന്നാലെ ഏറ്റുപറയണം. ദൈവമായ കർത്താവെ, പുതിയ ദൈവത്തിന്റെ സമൂഹമായ സഭയുടെ അംഗത്വത്തിലേക്ക് മാമോദീസ മൂലം നീ എന്നെ സ്വീകരിച്ചു. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിനായി നൽകിയിരിക്കുന്ന ഈ വലിയ പദവിക്കായി ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെയും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും മുൻപിൽ ഞാൻ നിന്നോടും മനുഷ്യരോടും വിചാരങ്ങളിലും വാക്കുകളിലും പ്രവൃത്തികളിലും പാപം ചെയ്തിരിക്കുന്നു എന്ന് എനിക്ക് പറയാം. നിന്റെ മഹാകരുണയിൽ ആശ്രയിച്ചുകൊണ്ട് എന്നെ നിന്റെ കയ്യിൽ പരിണമിപ്പിക്കുന്നു. നിന്നെ ആഴമായി അറിയുന്നതിനും ആത്മാർത്ഥമായി സ്നേഹിക്കുന്നതിനും പരമാർത്ഥമായി പിന്തുടരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു. തിരുവചനം ശ്രദ്ധാപൂർവം പഠിക്കുന്നതിനും ദൈവജനത്തോടൊന്നിച്ച് ആരാധിക്കുന്നതിനും വിശുദ്ധ കുർബാനയിൽ ക്രമമായി സമർപ്പിക്കുന്നതിനും ഞാൻ തീരുമാനിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് സകല മനുഷ്യരിലും നീതിയും സമാധാനവും നിലനിർത്തുന്നതിന് പരിശ്രമിക്കുകയും എല്ലാ മനുഷ്യരുടെയും വ്യക്തിത്വത്തെ ബഹുമാനിക്കുകയും ചെയ്യും. കർത്താവേ, മക്കളെ പരിശുദ്ധനാവിനാൽ
ഈ ഇടവകയുടെ അംഗങ്ങളായ ഞങ്ങൾ സന്തോഷത്തോടെ തിരുസഭയുടെ ഭാഗമായ ഈ ഇടവകയുടെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്തു. നിങ്ങളുടെ സഹായവും പ്രാർത്ഥനയും നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ആത്മാവിൻ്റെ ഐക്യത്തിൽ നാം ഒരുമിച്ച് ദൈവത്തെ സേവിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ആദ്യമുള്ള സകല വിശുദ്ധന്മാരോട് കൂടെ നാം സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി കാണുവാൻ ദൈവത്തിന്റെ സ്നേഹത്തിലും ശക്തിയിലും കൃപയിലും നമ്മെ കാത്ത് വീഴാതെ സൂക്ഷിച്ച തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തട്ടെ.
ഞങ്ങളെല്ലാവരെയും പുണ്യപ്പെടുത്തി ആശംസിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്നെ പരിശുദ്ധമായിരിക്കും സ്തുതിയും സ്വഭാവമായിരിക്കട്ടെ. കൂടെ വിശുദ്ധി മാത്രമുള്ള ത്രിത്വത്തിന്റെ കൃപയ്ക്കും നിങ്ങളെല്ലാം പ്രകടിപ്പിക്കുന്ന ഈ സമയത്ത് സമാധാനത്തോടെ നിങ്ങൾ പോവുകയും ദൂരസ്ഥരും സമീപസ്ഥരും ഈ നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ സന്തോഷിച്ച ആനന്ദിച്ചുകൊണ്ട് സമാധാനക്കാരെ പോയി നമുക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുകയും Oh, yeah.
ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് ഈ സമയം വരെയും നമ്മുടെ ഇടവകയുടെ വിവിധ മീറ്റിങ്ങുകളിൽ പങ്കുചേർന്നു. പല മീറ്റിങ്ങുകളിലും സ്വാഗതം പറഞ്ഞുവെങ്കിലും നമ്മുടെ ഔദ്യോഗികമായ ഒരു സ്വാഗതം ഈ സമയം ചെയ്യുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അഭ്യർത്ഥന തിരുമേനി കുന്നംകുളം മലബാർ ഭദ്രാസനത്തിൽ വന്ന 6 മാസങ്ങൾ പിന്നിടുമ്പോൾ ആദ്യമായിട്ടാണ് പഴഞ്ഞി ഇമ്മാനുവൽ മാർത്തോമ ഇടവക സന്ദർശിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഭിമന്യ തിരുമേനിയെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുവാൻ കൂടി ഈ സമയം ഞാൻ എടുക്കുകയാണ്. അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കറിയോസ് എപ്പിസ്കോപ്പ തിരുമേനി 1953 ഇന്ന് ചേർന്ന് ദൈവത്തിന് സ്തുതി. ഈ അനുഗ്രഹീത ആരാധനയിൽ സംബന്ധിക്കുവാനിടയായതിനെ ദൈവത്തെ സ്തുതിക്കുന്നു. പഴനി ഇമ്മാനുവൽ മാർത്തോമ ഇടവക ഈ ദേവാലയത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്നലെ വരുന്നത്. ഇന്നലെ ഇന്നും ചെലവിടുവാൻ സാധിച്ചു. ഏറ്റവും ധന്യമായിട്ടുള്ളൊരു കൂടിയരവ്, നല്ല അനുഗ്രഹീതമായിട്ടുള്ളൊരു ദേവാലയം, അതിൻ്റെ ചുറ്റുപാടുകൾ, ദൈവം നൽകിയ ഏറ്റവും ധന്യതയുടെ അനുഭവമാണ് ഇടവയ്ക്കുള്ളത് എന്ന് ഈ ദിനങ്ങളിൽ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിന് സന്തോഷമുണ്ട്. പ്രിയപ്പെട്ട അന്നൂപ്പനച്ഛൻ്റെ ശ്രേഷ്ഠമായിട്ടുള്ള നേതൃത്വം ഈ ഇടവയ്ക്ക് തുടങ്ങി ഉച്ചരിക്കുന്നു. തീർച്ചയായിട്ടും ധന്യത പകർന്നായിരിക്കും. അച്ഛൻ ശുശ്രൂഷ ചെയ്ത എല്ലാ ഇടങ്ങളിലും ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ള നേതൃത്വമാണ് അച്ഛൻ നൽകിയിട്ടുള്ളത്. ഞാൻ അച്ഛനെക്കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. ചെന്നൈ ബാംഗ്ലൂർ അച്ഛനുണ്ടായി ആദ്യമായിട്ടാണ് അടുത്ത് ഇടപെടുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അച്ഛൻ്റെ നേതൃത്വം ഈ ഇടവയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. Anita and Mary. Angel Rose Caesar. Angel Shaja. Anne Maria Churto. Anne Mary Rachel. Binoy T. Vincent. Elizabeth Sani.